പ്രൈസ് ദി ലോർഡ്. 2025 നോമ്പുകാലത്തോടനുബന്ധിച്ച് ജൈനീസ് മീഡിയ നിങ്ങൾക്കായി ഒരുക്കുകയാണ് പൗളിയൻ ലേഖന പഠന പരമ്പര. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക എന്നുള്ള പ്രതിജ്ഞ എടുക്കുന്ന അനേകം പേരെ കണ്ടുമുട്ടാൻ ഇടയായി. എന്നാൽ ജൈനീസ് മീഡിയ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഇതാണ്: ഈ 50 ദിവസം കൊണ്ട് പൗലോസ്ലീഹായുടെ 13 ലേഖനങ്ങൾ നാം പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ രീതിയിൽ ആളുകൾ പറയാറുണ്ട്, പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ വായിച്ചു പോവുകയാണ്, എന്താണ് ഇതിലൂടെ പറയുന്നതെന്ന് വ്യക്തമാകുന്നില്ല, അതിന് കുറേയധികം അഗ്രാഹ്യമായ പല സംഭവങ്ങളുമുണ്ട്, വാക്കുകളുണ്ട്, അതുകൊണ്ട് ഇത് വായിച്ചാൽ മനസ്സിലാകുന്നില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നാം വളരെ നിശ്ചിത ദിവസങ്ങളിലൂടെ 50 ദിവസത്തിലൂടെ പൗലോസ്ലീഹായുടെ 13 ലേഖനങ്ങളിലേക്കും കടന്നു ചെല്ലുവാൻ, അങ്ങനെ ഓരോ അധ്യായങ്ങളായി ആഴത്തിൽ പഠിക്കുവാൻ, വചനങ്ങളെ ആഴത്തിൽ പഠിക്കുവാൻ, എന്താണ് ഈ വചനം കൊണ്ട് പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മളൊരു വചനം വായിച്ച് ആ വചനത്തിൻ്റെ അഭിഷേകം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇതങ്ങനെയുള്ളൊരു പഠന പരമ്പരയല്ല. ഇത് എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കി ആ വിഷയത്തിലൂടെ ബൈബിളിലെ വചനങ്ങളെ ധ്യാനിച്ച് വ്യക്തമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പഠന പരമ്പരയാണ്. ആദ്യം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നാം ആരംഭിക്കുകയാണ്. ഇന്നത്തെ 1ാമത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് പൗലോസ്ലീഹയുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1ാം അധ്യായം തന്നെയാകട്ടെ. 1ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്: യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനായിരിക്കാനും വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്, ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ പൗലോസ്ലീഹയോട് അവകാശപ്പെടുകയാണ്. 1, യേശു ക്രിസ്തുവിന്റെ ദാസൻ; 2, അപ്പോസ്തലൻ. ഇനി എന്തിനു വേണ്ടിയാണ് തൻ്റെ നിയോഗമെന്ന് പറഞ്ഞിരിക്കുകയാണ്? അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ കുറിച്ചുള്ള നിയോഗമാണ് ഇവിടെ പറയുന്നത്. ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത പറയുകയാണ്, അത് പ്രവാചകന്മാർ വിശുദ്ധ ലിഖിതങ്ങളിൽ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ വരവ്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അത് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ കുറിച്ചുള്ള ആ സുവിശേഷത്തിന്റെ കാവൽക്കാരായിട്ടാണ് അപ്പോസ്തലനായിട്ട് താൻ നിയമിതനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ആരംഭം. അടുത്ത വരിയിൽ പരിശുദ്ധ കന്യാമറിയത്തെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വചനഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നമ്മൾ ഏത് പ്രസംഗം പറയുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ ജപം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമല്ലോ, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ച് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ആരംഭം കുറിക്കുന്നത്. അത് ഇപ്രകാരമാണ്, ശ്രദ്ധിച്ചു വായിച്ചു കേൾക്കാം. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. പ്രൈസ് ദി ലോർഡ്. 2 കാര്യം പറഞ്ഞിരിക്കുക. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യം പറയുന്നത്. അതായത് ജഡപ്രകാരം യേശു ക്രിസ്തുവിന്റെ ജഡം എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. യേശു ക്രിസ്തു ആരിൽ നിന്നാണ് ജനിച്ചത്? പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ്. പരിശുദ്ധ കന്യാമറിയത്തെ ഇവിടെ വിശേഷിപ്പിക്കുന്ന വിശേഷണം എന്താണ്? ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മറിയം. അങ്ങനെ ദാവീദുമായുള്ള മറിയവുമായുള്ള ഒരു റിലേഷനെയാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ജഡാവതാരത്തെ പൗലോസ്ലീഹ കുറിക്കുന്നത്. ശ്രദ്ധിക്കണേ,
പൗലോസ് ലീഗ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, യേശു ക്രിസ്തു ജഡപ്രകാരം ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന്, അതായത് മറിയത്തിൽ നിന്ന് ജനിച്ചതാണ്. ഈ ദാവീദിന്റെ സന്തതി ആരാണ്? ദാവീദിന്റെയാണ് സന്തതി, അതായത് ദാവീദുമായി ബന്ധമുള്ളവനാണ്. അപ്പൊ ദാവീദ് ആരാണ്? അബ്രാഹുമായി ബന്ധമുള്ളതാണ്. അബ്രാഹം ആരാണ്? അത് ആദമായി ബന്ധമുള്ളതാണ്. ഇതൊരു റിലേഷൻ. ആ റിലേഷൻ ഇവിടെ രഹസ്യം, ആ ഒരു വലിയൊരു മിസ്റ്ററി, ആ ഒരു മനുഷ്യാവതാര രഹസ്യത്തെ പറ്റി പഠിപ്പിക്കുക. എന്താണത്? യേശു ക്രിസ്തു ജഡപ്രകാരം മനുഷ്യനാണ്. യേശു മനുഷ്യനുമാണ്, ദൈവമാണ്. അപ്പൊ അതിന് മനുഷ്യത്വത്തെ പറ്റി വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ജഡപ്രകാരം മനുഷ്യനാണ്. ദാവീദുമായി ബന്ധമുണ്ട്, ദാവീദിന്റെ സന്തതിയായ മറിയവുമായി ബന്ധമുണ്ട്, ജഡപ്രകാരം ബന്ധമുണ്ട്. ഇപ്പോൾ പലരും പറയാറുണ്ട്, യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്, സ്വർഗത്തിൽ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പലവിധ ഹെരസികളുണ്ട്. അപ്പൊ ഇത് വളരെയധികം മനോഹരമായി യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മറിയിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിച്ചത്, ജഡം സ്വീകരിച്ചത്. ഈ അടുത്തത്, മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണ്, മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി. അപ്പൊ ആരും തന്നെ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ടില്ല. ജഡപ്രകാരം ജനിച്ചവരെല്ലാവരും തന്നെ മരിച്ചു, മണ്ണടിഞ്ഞു പോവുകയാണ് ചെയ്തത്. ആരും തന്നെ ആ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷെ ദൈവമായതിനാലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത്. മനുഷ്യനായതുകൊണ്ടാണ് ആയിക്കൊണ്ടാണ് ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ ദൈവമായതുകൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. അവന്റെ ആത്മാവ് പാതാളത്തിൽ തങ്ങി നിൽക്കാഞ്ഞതിനും അവന്റെ ശരീരം കല്ലറയിൽ ഒതുങ്ങി നിൽക്കാത്തതിനും കാരണം അവന്റെ ഉള്ളിൽ ദൈവം വ്യാപരിച്ചിരുന്നു. ദൈവവചനം പുത്രൻ തമ്പുരാൻ വ്യാപരിച്ചിരുന്നു. അതിനാലാണ് ദൈവപുത്രനാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? ജഡപ്രകാരം മനുഷ്യനാണ്, എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുന്നതിൽ ദൈവമാണ്. ഈ രണ്ട് പ്രത്യേകതകളും യേശു ക്രിസ്തുവിലുണ്ട്. യേശു ക്രിസ്തു മനുഷ്യനുമാണ്, ദൈവമാണെന്നുള്ള വലിയൊരു രഹസ്യം തൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് ലീഗ മനോഹരമായി എഴുതി വച്ചിരിക്കുക. ക്രിസ്തുവിന്റെ രഹസ്യം, ആ ക്രിസ്റ്റോളജിയുടെ രഹസ്യം അത്ര ആഴത്തില് പൗലോസ് ലീഗയ്ക്ക് അറിയാമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നമ്മളെയും ഇത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ സുവിശേഷത്തെ പറ്റി പറയുക. താൻ സുവിശേഷത്തിനാണല്ലോ അപ്പസ്തോലനായിരിക്കുന്നത്. യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞു, അതിനാണ്, ആ സുവിശേഷത്തിന് വേണ്ടിയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നത്. ഇനി ഈ സുവിശേഷം എന്താണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് നോക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത് തിരുവചനം ശ്രദ്ധിക്കണേ. ആ 16-ാമത് തിരുവചന പ്രകാരമാണ്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ താൻ പ്രസംഗിക്കാൻ പോകുന്ന സുവിശേഷത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുക. അപ്പൊ ആദ്യം എന്താണെന്ന് പറഞ്ഞത്? സുവിശേഷം ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ആ സുവിശേഷത്തിന് ഞാൻ ദാസനാണ്, ഞാൻ ആ സുവിശേഷത്തിന്റെ അപ്പസ്തോലനാണെന്ന് പൗലോസ് ലീഗ പറഞ്ഞു. ഇനി ആ സുവിശേഷത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞു. ഇനി ആ സുവിശേഷം ആർക്കൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് പറയുകയാണ്. അത് യഹൂദരോടും യവനരോടും പറയാൻ പോവുകയാണ്. ആ പറയാൻ പോകുന്ന സുവിശേഷത്തിന്റെ ആ ഒരു ശക്തിയെ കുറിച്ച് പറയാം. ഈ സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കാനൊന്നും പോകുന്നില്ല. യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവം മനുഷ്യനായി അവതരിച്ചുവെന്നും അവൻ ദൈവമായതിനാൽ ഭൂമിയിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും ഞാൻ പറയുന്ന ആ സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുകൾക്ക് തോന്നുമ്പോൾ ഇതൊരു തമാശയായി തോന്നാം, അല്ലെങ്കിൽ കെട്ടുകഥയായി തോന്നാം. പക്ഷേ ഈ സുവിശേഷത്തിന് വലിയൊരു ശക്തിയുണ്ട്. അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്.
ഈ ഒരു രഹസ്യം പൗലോസ്ലീഹ അത്രയും ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് എഴുതുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ആരൊക്കെ പരിഹസിച്ചു കൊള്ളട്ടെ, ആരൊക്കെ നിന്ദിച്ചു കൊള്ളട്ടെ, ആരൊക്കെ ഈ ലോകത്തിൻ്റെതല്ല എന്ന് പറഞ്ഞു കൊള്ളട്ടെ, പക്ഷെ ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. എന്താണ് ഇവിടെ ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും എന്ന് പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ആദ്യം യഹൂദരിടയിൽ നിന്നാണ്. ഈശോ തന്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ ഈശോ പറയുന്ന കാര്യമുണ്ട്, ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും. കണ്ടോ, സുവിശേഷം പോകുന്ന ആ ഒരു യാത്ര പ്രകാരമാണ്. ആദ്യം ജെറുസലേമിലാണ് അപ്പോസ്തലന്മാരെ പെന്തക്കോസ്തായി, അതിന് യൂദയായിലാണ് ജെറുസലേമിന് ചുറ്റും സുവിശേഷം പ്രസംഗിച്ച യഹൂദർ, അതിനുശേഷം സമറിയായിലാണ് പീലിപ്പോസ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ പീലിപ്പോസ് സമറിയായി സുവിശേഷം പറയുന്നുണ്ട്. അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിലെത്തുമ്പോൾ വിജാതിയുടെ ഇടയിലേക്ക് പോകുക. ഇങ്ങനെ സുവിശേഷത്തിന് ഒരു ഘട്ടങ്ങളുണ്ട്. ഈ സുവിശേഷം ആരംഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആദ്യം യഹൂദർക്കും, അവരാണ് ആദ്യം വിശ്വസിച്ചത്, പിന്നെ ഗ്രീക്കുകാർക്കും പിന്നീട് വിശ്വസിക്കുന്നവർ അവരാണ്, അതായത് വിജാതീയർ, അവർക്കും ഇത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഇനി അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. എന്താണ് പറഞ്ഞതിനർത്ഥം? ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലേക്കുള്ള നീതി ഈ സുവിശേഷത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സുവിശേഷത്തിൽ എന്താ വെളിപ്പെട്ടിരിക്കുന്നത്? നീതി വെളിപ്പെട്ടിട്ടുണ്ട്. ആ നീതി വെളിപ്പെടുമ്പോൾ വിശ്വാസം നമ്മിൽ വർദ്ധിക്കും. ആ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നീതിമാൻ വിശ്വാസം കൊണ്ടും ജീവിക്കും. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. അപ്പൊ നമ്മൾ പ്രധാനമായും സുവിശേഷത്തിലൂടെ പോകുമ്പോൾ എവിടേക്കാണ് കടന്നുകൂട്ടുന്നത്? കടന്നു ചെല്ലുന്നതാണ് വിശ്വാസത്തിലേക്ക്. എന്താ വിശ്വാസത്തിലേക്ക് എന്ന് പറയുന്നത്? നാം വിശ്വാസ പ്രമാണമേറ്റ് പറയുന്നവരാണ്. ആ വിശ്വാസത്തിന്റെ ആഴത്തിലേക്കാണ് സുവിശേഷം നമ്മെ കൊണ്ടുചെല്ലുന്നത്. ദൈവമുണ്ടെന്നും, ദൈവം നമ്മെ സഹായിക്കുമെന്നും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും, ദൈവത്തിന്റെ വിശ്വാസത്തിൽ നാം നീതിമാനായി ജീവിക്കണമെന്നും, ആ നീതി എന്തെന്ന് മനസ്സിലാക്കണമെന്നുള്ള വസ്തുതയിലേക്കാണ് മെല്ലെ 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 സുവിശേഷം നമ്മെ അടുപ്പിക്കുന്നതെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചത്. ഇങ്ങനെ വിശ്വാസം എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് പൗലോസ്ലീഹ കടന്നിരിക്കുകയാണ്. പൗലോസ്ലീഹയുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് എന്താണ്? പൗലോസ്ലീഹ പറയുകയാണ്, വിശ്വാസം വഴി ജീവിക്കാൻ പോകുന്നു മനുഷ്യൻ ജീവിക്കും, നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. അപ്പോൾ എന്താണ് ഈ വിശ്വാസം എന്ന് പഠിപ്പിക്കാൻ പോവുക പൗലോസ്ലീഹ. എപ്രകാരമാണ്? റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി വെക്കണം. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത്? എന്താ ചോദ്യം? ദൈവമുണ്ടെന്ന് ആര് പറഞ്ഞു? പല നിരീശ്വരവാദികൾ ഇന്നത്തെ കാലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ തെളിവെന്ത്? ഈ തെളിവാണ് ആദ്യം തന്നെ പൗലോസ്ലീഹ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് ഇടുന്നത്. ആ തെളിവ് പ്രകാരമാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളുടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒഴി കഴിവില്ല. എന്താ പറഞ്ഞത്? പൗലോസ്ലീഹ ഇവിടെ ദൈവമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് യേശുക്രിസ്തു വന്നു എന്നല്ല പറഞ്ഞത്. പൗലോസ്ലീഹ ഇവിടെ ദൈവമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് അത്ഭുത പ്രവൃത്തി ഉണ്ടെന്നല്ല പറഞ്ഞത്, രോഗശാന്തി ഉണ്ടെന്നുമല്ല പറഞ്ഞത്. പൗലോസ്ലീഹ ഇവിടെ ദൈവമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് മറ്റെന്തെങ്കിലും മാജിക് അല്ല പറഞ്ഞത്. പിന്നെയോ ഒറ്റ കാര്യം, സൃഷ്ട വസ്തുക്കളിലൂടെയുള്ള വെളിപാട്. ഇങ്ങനെ പറയുന്ന ഒറ്റ വാക്ക്, സൃഷ്ട വസ്തുക്കളിലൂടെയുള്ള വെളിപാട്. ഇത് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമുണ്ട് എന്ന് നാം തെളിയിക്കപ്പെടുന്നത് സൃഷ്ട വസ്തുക്കളിലൂടെയുള്ള വെളിപാടാണ്. അതുകൊണ്ട് പറയുകയാണ്, ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്.
അതായത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട്, ഈ പ്രപഞ്ചത്തിലെ ക്രമം നോക്കിക്കൊണ്ട് മനോഹരമായി ഭൂമി സൂര്യനോട് തുല്യമായ ഒരു അകലത്തിൽ നിൽക്കുന്നു, തുല്യമായി നല്ലൊരു അന്തരീക്ഷം നിൽക്കുന്നു, ജീവന് വേണ്ട എല്ലാവിധ മേഖലകളും നിൽക്കുന്നു. ഈ മനുഷ്യ ശരീരം തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ ജീവജാലങ്ങൾ വളരെയധികം അത്ഭുതകരമായി നിൽക്കുന്നു. ഇങ്ങനെ വളരെ വെൽ ഡിസൈൻഡ് ആയിരിക്കുന്ന ഈ ലോകത്തെ നോക്കിക്കൊണ്ട് മനുഷ്യൻ പറയണം, ഇതിന് പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടല്ലോ. ഇത്ര മനോഹരമായി ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവം ഉണ്ട് എന്നതിൽ അവർക്ക് ഒഴികഴിവില്ല. പറയണേ, ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ ആർക്കും ഒഴികഴിവില്ല. എല്ലാവരും വിശ്വസിച്ചു കൊള്ളണം, ദൈവം ഉണ്ട്. ഇത്രയും കഴിഞ്ഞാൽ അടുത്തത് പറയാണ്, ഇങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തിച്ചേരാതെ ദൈവത്തിന്റെ സൃഷ്ടവസ്തുക്കളെ മഹത്വം കണ്ടുകൊണ്ട് ആരാധിക്കാൻ ആരംഭിച്ചപ്പോഴാണ് വിഗ്രഹാരാധന ഉടലെടുക്കുന്നത്. ഇതാണ് പൗലോസ് ശ്ലീഹ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം ദൈവമുണ്ട് എന്ന് പറയുന്നതിൽ ദൈവത്തെ വിശ്വസിക്കാതിരിക്കാൻ ഒഴികഴിവില്ല. അടുത്ത സ്റ്റെപ്പ് പറയുകയാണ്, പക്ഷെ ഇങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാതെ സൃഷ്ടവസ്തുക്കളെ ആരാധിക്കുന്നു. അതാണ് അടുത്ത് വരുന്നത്. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. ഗ്രീക്കുകാരി പ്രത്യേകം പറയുന്നത്, ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭയങ്കര അറിവുള്ളവരാണ്, ഇതിന്റെ ഒരു അത്ഭുതങ്ങളും അല്ലെങ്കിൽ ഇന്ന ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതൊക്കെ അവകാശവാദം. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ സൃഷ്ടവസ്തുക്കളിലെ മഹത്വം കണ്ടുകൊണ്ട് അതിന്റെ പിന്നിലുള്ള ക്രിയേറ്ററെ തേടിപ്പോകാതെ ഈ സൃഷ്ടിയുടെ പിറകെ ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭോഷന്മാരായി തീർന്നുകൊണ്ട് അവയെ ആരാധിക്കാൻ ശ്രമിച്ചു. ദൈവത്തിന് നൽകേണ്ട മഹത്വം ഈ വിഗ്രഹങ്ങൾക്ക്, ജീവനില്ലാത്തവയ്ക്ക് നൽകി. അങ്ങനെ വിഗ്രഹാരാധികളായി തീർന്നു. ഇപ്രകാരം വിഗ്രഹാരാധികളായി തീർന്നു കഴിഞ്ഞാൽ ദൈവം എന്തു ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ഇങ്ങനെ ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തിന്റെ വെറും സൃഷ്ടികളിലേക്ക്, അതും മനുഷ്യനേക്കാളും വില കുറഞ്ഞ ജീവജാലങ്ങളുടെ പ്രതിമകളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുക? അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എവിടെയാ കുഴപ്പം വന്നിരിക്കുന്നത്? ഈ പറഞ്ഞ ജനത്തിന്റെ അടുത്തേക്ക്, അതായത് ദൈവത്തിന്റെ മഹത്വം തന്നേക്കാൾ വില കുറഞ്ഞ ഇഴജന്തുക്കളുടെയും അവരുടെ വിഗ്രഹങ്ങൾക്ക്, ശ്രദ്ധിക്കണേ, അവയ്ക്കല്ല, അവിടെ വിഗ്രഹങ്ങൾക്ക് കൈമാറിയത് കൊണ്ട് തന്നേക്കാൾ വിലയില്ലാത്തതിനാണ് ദൈവമെന്ന് ആരാധിക്കുന്ന ആ ജനത്തിനെ എന്ത് ചെയ്യാണ്? തൻ്റെ ശരീരങ്ങളെ, മനുഷ്യ ശരീരത്തെ വിലയില്ലാതെ കണ്ടതിനാൽ അവരെ ശരീരങ്ങൾ അവർ ഭോഗാസക്തിക്ക് വിട്ടുകൊടുത്തു. സ്വയം ഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം തുടങ്ങിയ മേഖലകളിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നതിന് അടിസ്ഥാന കാരണം വിഗ്രഹാരാധനയാണ്. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം പണത്തിനോ പ്രശസ്തിക്കോ അധികാരങ്ങൾക്കോ മറ്റെന്തെങ്കിലുമോ കൊടുക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ മഹത്വം അറിയാത്ത മനുഷ്യനെ ഭോഗാസക്തിക്ക് വിട്ടുകൊടുക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത്? എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വഴിതെറ്റിപ്പോകുന്നത്? കുടുംബങ്ങളിലേക്ക് അശ്ലീലതയുടെ ലോകം കടന്നു വരുന്നത് എങ്ങനെയാണ്? അതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം. ഞാനും ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ഞാനും സഹോദരങ്ങളുമായ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ ആലയമാണ് എൻ്റെ ശരീരം. ദൈവം വസിക്കേണ്ട ഈ ആലയത്തിൽ ദൈവം വസിക്കുന്നില്ലെങ്കിൽ ഈ ആലയം തനിയെ നശിപ്പിക്കപ്പെടുന്നു.
ഈ ഒരു വസ്തുതയെ 1-ാം പ്രമാണത്തെയും 6-ാം പ്രമാണത്തെയും വ്യഭിചാരത്തെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടത് എന്താ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഒരിക്കൽ കൂടി നമ്മൾ അതിന് കൺക്ലൂഷൻ പറയുകയാണ്. ആദ്യമേ പറയുന്നു, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തലനുമാണ് താൻ. സുവിശേഷത്തിന് വേണ്ടിയാണ് താൻ ആയിരിക്കുന്നത്. സുവിശേഷത്തിലുള്ളത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും യേശുക്രിസ്തുവിന്റെ ദൈവത്വവുമാണ്. ഈ സുവിശേഷം ഗ്രീക്കുകാർക്ക് അല്ലെങ്കിൽ വിജ്ഞാനികളെന്ന് വിചാരിക്കുന്നവർക്ക് പോഷത്വമായിരിക്കാം. പക്ഷെ ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. അത് യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ആ സുവിശേഷം വഴി നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. ആ വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടും. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ തലമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ ദൈവമുണ്ടെന്ന് തെളിവെന്താ? ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി പ്രപഞ്ചം മുഴുവൻ സൃഷ്ടവസ്തുക്കളിൽ തെളിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന ഈ സൃഷ്ടവസ്തുക്കളിൽ തെളിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതിയെ നിഷേധിക്കുവാൻ ഒരു മനുഷ്യനും നിരീശ്വരവാദത്തിലേക്കോ എന്തെങ്കിലും ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിലേക്കോ പോകുവാൻ ഒരു മനുഷ്യനും ഒഴികഴിവില്ല. അങ്ങനെ ദൈവമുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തെ അന്വേഷിക്കണം. എന്നാൽ പലരും ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം അവയുടെ മഹത്വം സൃഷ്ടവസ്തുക്കളിൽ അവയുടെ വിഗ്രഹങ്ങൾക്ക് കൈമാറുന്നു. ഇങ്ങനെ കൈമാറുന്നത് കൊണ്ട് മനുഷ്യന്റെ മഹത്വം ഇല്ലാത്ത, മനുഷ്യന്റെ അത്ര പോലും മഹത്വമില്ലാത്ത ഈ വിഗ്രഹങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം കൈമാറുമ്പോൾ സ്വന്തം ശരീരം ഭോഗാസക്തിക്ക് വിട്ടുകൊടുക്കാൻ ദൈവം ഇടയാക്കുന്നു. അല്ലെങ്കിൽ ദൈവമില്ലാത്ത ഈ ശരീരം ഭോഗാസക്തിയാൽ മലീമസമാകുന്നു. ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ സംക്ഷിപ്തം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള 50 ദിവസങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ഭാഗങ്ങളായി പൗലോസ്ലീഹയുടെ 13 ലേഖനങ്ങളും പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നമ്മൾ കൂടെ വരണം, നമ്മുടെ ഒപ്പമായിരിക്കണം. ഇത് വളരെ മനോഹരമായി ഈ ശുശ്രൂഷ 50 ദിവസം പൂർത്തിയാക്കുവാൻ എല്ലാവരെയും സഹകാരം പ്രദർശിക്കുകയാണ്. അനേകരിലേക്ക് കർത്താവിന്റെ വചനം കടന്നു ചെല്ലുവാനും പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെ ആഴത്തിൽ വിശ്വാസം വർദ്ധിക്കുവാനും ഇടയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.